സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. അത് ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു. സർ, ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ഘട്ടത്തിൽ മാത്രമായി എണ്ണ കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല.